ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇസ്രായേലിൽ ശൗലിന് ശേഷം സംയുക്ത രാഷ്ട്രത്തിന്റെ രാജാവായത് ദാവീദാണ്. BC 1010 മുതൽ 970 വരെയുള്ളതായ കാലഘട്ടമായിരുന്നു ദാവീദിന്റെ കാലഘട്ടം. ശൗലിന് ശേഷം താന് രാജസ്ഥാനത്തേക്ക് താൻ കടന്നു വന്നെങ്കിലും വളരെയധികം പ്രതികൂലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ശൗലിലൂടെ തന്നെ ധാരാളം എതിർപ്പുകൾ തന്റെ ജീവിതത്തിൽ, ഭരണത്തിൽ ഒക്കെ നേരിടേണ്ടി വന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിന് മുഴുവൻ രാജാവായി ഹെബ്രോനിൽ വെച്ച് താന് അഭിഷേകം ചെയ്യപ്പെട്ട അനുഭവം 2 ശമൂവേലിന്റെ പുസ്തകം 2:8 മുതൽ 5:5 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. യെബൂസ്യരുടെ കയ്യിൽ നിന്ന് യെരുശലേം പിടിച്ചെടുത്ത് തലസ്ഥാനം യെരുശലേം ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഏതാണ്ട് 33 വർഷം താൻ അവിടെ നല്ല രീതിയിൽ ഭരണം നടത്തുവാൻ ഇടയായിട്ടുണ്ട്. ഗോത്രങ്ങളായ ഭരണത്തിന് പകരം കേന്ദ്രീകൃത ഭരണം കൊണ്ടുവരുവാൻ ഇടയായി. വിവിധ സ്ഥലങ്ങളിൽ ആരാധിച്ചതിന് പകരം ആരാധനാ കേന്ദ്രം യെരുശലേം ആക്കുവാനായിട്ടും ഇടയായി തീർന്നു. തന്റെ ഭരണകാലത്ത് നീതി വളരെയധികമായിട്ട് നിവർത്തിക്കപ്പെട്ടു. ദൈവത്തിന്റെ സമ്പൂർണമായ ധാർമ്മികമായ നീതിയുടെ ഒരു മാതൃക കൂടെയായിരുന്നു ദാവീദ് എന്നുള്ളത്. എങ്കിലും പിന്നത്തേതിൽ തന്റെയും ജീവിതത്തിൽ ചില പാപം അതിൻ്റെതാകുന്ന അത്യുച്ചകോടിയിലേക്ക് കയറി വരുവാനായിട്ട് ഇടയായി തീർന്നു. ബത്ശേബ ആയിട്ടുള്ള ആ പാപപ്രവൃത്തി അത് തന്നെ വളരെയധികം രാജസ്ഥാനത്ത് നിന്നും തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നും ഒക്കെ തന്നെ വളരെ പ്രയാസകരമായ അനുഭവത്തിലേക്ക് കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. സ്വന്തം ഭവനം തനിക്ക് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, സ്വന്തം പുത്രന്മാർ ബോധിച്ചതുപോലെയൊക്കെ അവരും ദുർമാർഗികളായി ജീവിക്കുവാനും കൊലപാതകന്മാരായി തീരുവാനും ഒക്കെ ഇടയായി തീർന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. ഒരു കാലത്ത് ഉരുക്കു മനുഷ്യന്റെ കാലുകളായിരുന്ന ആ കാലുകൾ കേവലം കളിമണ്ണിനേക്കാൾ കഷ്ടമായി തീർന്നതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നാഥാൻ പ്രവാചകൻ തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നോട് പ്രവചിച്ചപ്പോൾ വളരെ അനുതാപത്തിൽ രട്ടിലും വെണ്ണീറിലും വീണുകിടന്ന് താന് അനുതപിക്കുവാനായിട്ടും ഇടയായി തീർന്നു. അതിന്റെ ഫലമായിട്ട് ദൈവം തന്നോട് ക്ഷമ കാണിക്കുകയും എങ്കിലും തന്റെ കുടുംബത്തിൽ നിന്ന് വാളുമാറാതെ ഇരുന്നു. എങ്കിൽ പോലും ദൈവം തന്നെ വീണ്ടും ആ ഉത്തരവാദിത്വങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു കവിയും ഗായകനും കിന്നര വായനയിൽ വളരെ പ്രാവണ്യം നിറഞ്ഞവനുമായിരുന്നു ദാവീദ്. ചെറുപ്പം മുതൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ശൗലിനെ അശുദ്ധാത്മാവ് ബാധിച്ചപ്പോഴൊക്കെയും ദാവീദായിരുന്നല്ലോ കിന്നരം വായിച്ച് അതിനാശ്വാസം പകർന്നിരുന്നത്. ആമോസ് പ്രവാചകന്റെ കാലത്ത് ദാവീദ് സംഗീതത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് ആമോസിന്റെ പ്രവചനം 6:5 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേലിന്റെ മധുര ഗായകൻ, അതേപോലെ ഏതാണ്ട് 73 സങ്കീർത്തനങ്ങളുടെ ശീർഷകത്തിൽ ദാവീദിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവഗത പ്രകാരം ശുശ്രൂഷ ചെയ്തു എന്നാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പസ്തോല പ്രവൃത്തികൾ 13:36 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുവാനിരിക്കുന്ന മശിഹായുടെ പ്രതിരൂപം കൂടിയാണ് ദാവീദ് എന്ന് ദൈവത്തിന്റെ വചനം
വ്യക്തമാക്കുന്നുണ്ട്. സകല ശത്രുക്കളിൽ നിന്നും ജനത്തെ മോചിപ്പിച്ച് ദാവീദിന്റെ സിംഹാസനത്തിൽ മശിഹ എന്നേക്കും വാഴുമെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അതേപോലെ ദാവീദിന്റെ സന്തതിയാണ് മശിഹ, സന്തതിയായിട്ടാണ് ജഡപ്രകാരം പൂജാതനായത് എന്നതും റോമാലേഖനം 1:5 വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായ ദാവീദ് വളരെയധികം അഭിഷിക്തനായ ഒരു രാജാവായിരുന്നു. വളരെ നല്ല നിലയിൽ താൻ ഭരണം നടത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ടതുപോലെ മെശിഹായുടെ ഒരു പ്രതീകം കൂടെയാണ്. എങ്കിൽ തന്നെയും തനിക്ക് പറ്റിയിരിക്കുന്ന പാളിച്ചകൾ ദൈവവചനത്തിൽ മറച്ചു വെച്ചിട്ടില്ല. അതാണ് ദൈവവചനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ പരിശുദ്ധി എന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തെറ്റുകൾ ആർക്കൊക്കെ എവിടെയൊക്കെ സംഭവിച്ചുവോ ആ തെറ്റുകളെ തെറ്റെന്ന് തന്നെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തുകയും അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാതെ ദൈവഹിതത്തിന് അനുസരണമായി ജീവിക്കണമെന്ന് ഈ ചരിത്രങ്ങളെല്ലാം വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന ദൂതുകളായി നാം കണ്ടുകൊണ്ട് വേണം ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സാഹചര്യങ്ങളിൽ കൂടി നാം മുൻപോട്ട് പോകുവാനെന്ന് ദൈവവചനം നമ്മെ വ്യക്തമായി ഉണർത്തിക്കുകയാണ്. അതെ, ദൈവാക്കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം, വിശുദ്ധി കാക്കാം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് അതെവിടെയായിരുന്നാലും, അത് ആത്മീയ കോളത്തിലായിരുന്നാലും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഭൗതിക ലോകത്തായിരുന്നാലും ദൈവം നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ നിർവഹിച്ചു പോകുവാൻ ഏവർക്കും ഇടയായി തീരട്ടെ. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാമല്ലോ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു